My dear students, welcome to Learner's World. In this video, I talk about Shakespeare in the Bush written by Laura Bohannon, part 7. I continued. Before Hamlet could return, Letus came back for his father's funeral. അങ്ങനെ ഞാൻ കഥ തുടർന്നു. ഹാംലെറ്റ് തിരിച്ച് എത്തുന്നതിന് മുമ്പ് ലയോട്ടിസ് തൻ്റെ പിതാവിൻ്റെ ശവസംസ്കാരത്തിനായിട്ട് വന്നു എന്നാണ് പറയുന്നത്. പൊളോണിയസിനെ ഹാംലെറ്റ് വധിച്ചിട്ടുണ്ടല്ലോ. ദ ഗ്രേറ്റ് ചീഫ് ടോൾ ഹിം ദാറ്റ് ഹാംലെറ്റ് ഹാഡ് കിൽ പൊളോണിയസ്. അപ്പം വലിയ മൂപ്പൻ ഗ്രേറ്റ് ചീഫ് ലയോട്ടിസിനോട് പറഞ്ഞു ഹാംലെറ്റാണ് അവൻ്റെ പിതാവിനെ വധിച്ചതെന്ന്. ലയോട്ടസ് സ്വോർ ടു കിൽ ഹാംലെറ്റ്. അപ്പോൾ ലയോട്ടസിന് ഹാംലെറ്റിനെ വധിക്കുമെന്ന് ശബ്ദം ചെയ്തു. ഒഫീലിയ, hearing that her lover had killed her father, became mad and drowned in the river. അങ്ങനെ ഒഫീലിയ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ കാമുകനാണ് തൻ്റെ പിതാവിനെ കൊന്നത് എന്നറിഞ്ഞപ്പോൾ ഒഫീലിയക്ക് ഭ്രാന്തായി എന്നാണ് പറയുന്നത്. അവൾ ഒരു റിവറിൽ മുങ്ങി മരിച്ചു. The old man said, "One can take revenge on a madman." അപ്പോൾ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ മൂപ്പൻ പറഞ്ഞു, ഒരു ഭ്രാന്തൻ്റെ മേൽ പ്രതികാരം പാടില്ല എന്ന്. ഹാംലെറ്റ് കിൽ പൊളോണിയസ് ഇൻ ഹിസ് മാഡ്നെസ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഹാംലെറ്റിന് ഭ്രാന്തായതുകൊണ്ടാണ് പൊളോണിയസിനെ കൊന്നത്. ദ ഗേൾ ഗോട്ട് മാഡ് ആൻഡ് ഡ്രോൺഡ്. ഒഫീലിയ ഭ്രാന്തായിട്ടാണ് വെള്ളത്തിൽ മുങ്ങി മരിച്ചത്. ഓൺലി വിച്ചസ് ക്യാൻ മേക്ക് പീപ്പിൾ ഡ്രോൺ. അതായത് മന്ത്രവാദികൾക്ക്, വിച്ചസിന് മാത്രമേ ആൾക്കാരെ മുക്കിക്കൊല്ലാൻ പറ്റുകയുള്ളൂ. വാട്ടർ ക്യാൻ കിൽ എനിബഡി. അതായത് വെള്ളം ആരെയും കൊല്ലുകയില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് ബാത്തിങ്. അതായത് വെള്ളം എന്ന് പറയുന്നത് കുടിക്കാനും കുളിക്കാനും ഉള്ളതാണ്, അല്ലാതെ ആരെയും കൊല്ലാനുള്ളതല്ല എന്ന് ആര് മറുപടി പറഞ്ഞു? അവിടെ കഥ കേട്ടുകൊണ്ടിരുന്ന മൂപ്പൻ മറുപടി പറഞ്ഞു. ഐ വാസ് ഗെറ്റിംഗ് ആംഗ്രി. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. I said I would stop the story if they did not like it. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കഥ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കഥ നിർത്തിപ്പോയിക്കോളാം എന്ന് പറഞ്ഞു. The old man powered me some more beer. ആ സമയത്ത് മൂപ്പന് എനിക്ക് കുറച്ചുകൂടി ബിയർ ഒഴിച്ചു തന്നു. He said, "You tell the stories well." അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ നല്ല രീതിയിൽ കഥ പറയുന്നുണ്ട്. But elders of your country never told you what his story means. പക്ഷേ നിൻ്റെ നാട്ടിലെ എൽഡേഴ്സ്, അതായത് ആ കഥയുടെ അർത്ഥം നിനക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളത് മൂപ്പൻ എന്നോട് പറഞ്ഞു. We know your marriage customs, clothes and weapons are different. അതായത് മൂപ്പൻ പറയാണ് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ആചാരങ്ങളും വസ്ത്രങ്ങളും ആയുധങ്ങളൊക്കെ ഞങ്ങളുടെ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ബട്ട് പീപ്പിൾ ആർ ദ സെയിം എവരിവെയർ. പക്ഷെ എന്താണ്? പീപ്പിൾ, ജനങ്ങൾ എല്ലായിടത്തും ഒരേപോലെയാണ്. ദർ ആർ ഓൾവേസ് വിച്ചസ്. എല്ലായിടത്തും ആരുണ്ട്? വിച്ചസ്, മന്ത്രവാദികളുണ്ട്. ഇറ്റ് ഈസ് വി എൽഡേഴ്സ് ഹു നോ ഹൗ ദേ വർക്ക്. അപ്പോൾ ഞങ്ങളെപ്പോലും വൃദ്ധന്മാർക്ക് മാത്രമേ അവരുടെ പ്രവർത്തന രീതികൾ അറിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. എൽഡേഴ്സിന് മാത്രമേ അവരുടെ പ്രവർത്തന രീതികൾ അറിയുകയുള്ളൂ. ഹു ആർ ഒഫീലിയസ് മെയിൽ റിലേറ്റീവ്സ്. പിന്നെ മൂപ്പൻ ചോദിക്കുകയാണ് ഒഫീലിയയുടെ മെയിൽ റിലേറ്റീവ്സ് ആരൊക്കെയാണ്, അതായത് ആൺബന്ധുക്കൾ ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. ഐ ടോൾ ഹിം ഇറ്റ് വാസ് ഹെർ ഫാദർ ആൻഡ് ഹെർ ബ്രദർ. അപ്പം ഞാൻ പറഞ്ഞു അവൾക്ക് മെയിൽ റിലേറ്റീവ്സ് ആയിട്ട് അവളുടെ അച്ഛനും അതുപോലെ ബ്രദറും മാത്രമേ ഉള്ളൂ. ബട്ട് ഹി കണ്ടിന്യൂഡ്, ദർ മസ്റ്റ് ഹാവ് ബീൻ മെനി മോർ. പക്ഷേ മൂപ്പൻ പറഞ്ഞു കൂടുതൽ ഉണ്ടായിരിക്കണം. ബട്ട് യു മസ്റ്റ് ആസ്ക് അബൌട്ട് ദിസ് വെൻ യു ഗോ ബാക്ക് ടു യുവർ കൺട്രി. അപ്പം നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ അത് അന്വേഷിക്കണം, അതായത് ഒഫീലിയക്ക് വേറെ മെയിൽ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നോ എന്ന്. സിൻസ് പൊളോണിയസ് വാസ് ഡെഡ് ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ലയോട്ടസ് ഹു കിൽഡ് ഒഫീലിയ, ഓൾദോ ഐ ക്യാൻ സേ വൈ. അപ്പം മൂപ്പൻ പറയണേ പൊളോണിയസ് മരിച്ചത് കൊണ്ട് ലയോട്ടസ് ആയിരിക്കും ഒഫീലിയയെ വധിച്ചത്. പക്ഷെ എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. One of the men wanted to know how the servant of Polonius behaved on his return. അപ്പോൾ അതിലുള്ള ഒരാൾക്ക് അറിയണം, ആ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അറിയണം, അതായത് പൊളോണിയസിൻ്റെ സെർവൻറ്റ് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നെന്ന്. I told them that he did not return before the death of Polonius. അപ്പം ഞാൻ പറഞ്ഞു പൊളോണിയസിൻ്റെ മരണത്തിന് മുമ്പ്
അവന് തിരിച്ചെത്തിയില്ല എന്ന്. The elder then says how things go. Polonius knew his son won't get into trouble. അങ്ങനെ അപ്പോൾ അയാൾ പറഞ്ഞു എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പൊളോണിയസിന് അറിയാമായിരുന്നു അയാളുടെ മകന് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. He had many fines to pay and debts from gambling. അപ്പോൾ ഈ പൊളോണിയസിൻ്റെ മകൻ ലയേട്ടസ് അവന് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഫൈനുകൾ കൊടുത്തും അതുപോലെ ചൂതാട്ടത്തിലൊക്കെ തോറ്റും ഒക്കെ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. He had only 2 ways of getting money fast. അവന് പണം കിട്ടാൻ 2 മാർഗ്ഗങ്ങളെ അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. One was to marry off his sister immediately. ഒന്നെന്ന് പറയുന്നത് അവൻ്റെ പെങ്ങളെ കെട്ടിച്ചു വിടുക. But it is difficult to find a man who will marry a woman deserved by the son of a chief. പക്ഷെ അതത്ര എളുപ്പമായിരുന്നില്ല. കാരണം എന്താണ്, ഒഫീലിയയെ ഹാംലെറ്റിന് ഇഷ്ടമായിരുന്നു. ഹാംലെറ്റ് കെട്ടാൻ പോകുന്ന പെണ്ണായിരുന്നു. അപ്പോൾ ഒരു ചീഫ് കെട്ടാനിരുന്ന പെണ്ണിനെ ഒരു വരനെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. ഇഫ് ദ ചീഫ്സ് ഹയർ കമ്മിറ്റ്സ് അഡൾട്ടറി വിത്ത് യുവർ വൈഫ് വാട്ട് കാൻ യു ഡു. അതായത് ചീഫ് തൻ്റെ പഴയ കാമുകവുമായിട്ട് സെക്ഷൽ റിലേഷനിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പുതിയതായിട്ട് കല്യാണം കഴിക്കുന്ന ആൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഓൺലി എ ഫൂൾ വിൽ മേക്ക് എ കേസ് അഗെയിൻസ്റ്റ് സംബഡി ഹു വിൽ വൺ ഡേ ബി ഹിസ് ജഡ്ജ്. അതായത് ഒരു മണ്ടനായിട്ടുള്ള ആൾക്ക് മാത്രമേ തൻ്റെ കേസിൽ വിധി പറയാനിരിക്കുന്ന ജഡ്ജിക്കെതിരായി പറയുകയുള്ളൂ എന്നാണ് പറയുന്നത്. സോ Laertes killed her sister by witchcraft so that he could secretly sell her body to the witches. അപ്പോൾ അതുകൊണ്ട് ലയേട്ടസ് എന്ത് ചെയ്തു, ഒഫീലിയയെ കൊന്നു എന്നാണ് പറയുന്നത്. അവളുടെ ശവം മന്ത്രവാദിനികൾക്ക് വലിയ വിലക്ക് വിൽക്കാനാണ് അയാൾ ആ കൊടുങ്കായി ചെയ്തത്. I objected saying that they found her body and buried it. അങ്ങനെ അത് ഞാൻ എതിർത്തു. അവരത് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ എതിർത്തു. ഞാൻ പറഞ്ഞു അവളുടെ ശവമൊക്കെ കണ്ടു കിട്ടുകയും അത് മറവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. Laertes jumped into the grave to see that her body was there. ലേഡസ് ആ ഒരു കുഴിയിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഒഫീലിയയുടെ ബോഡി അതിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഹാംലെറ്റ് who had just come back jumped in after him. അങ്ങനെ ഹാംലെറ്റ് ഈ ഒരു സമയത്തിനുള്ളിൽ തിരിച്ചു വരുന്നു. അയാളും ആ ഒരു ഗ്രേവിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. The elder felt triumphant. He said Laertes had some plans with his sister's body. അപ്പം മൂപ്പൻ പറഞ്ഞു ലയേട്ടസിന് അവൻ്റെ സിസ്റ്ററിൻ്റെ ബോഡി കൊണ്ട് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹാംലെറ്റ് പ്രിവെൻറ്റഡ് ഹിം ബിക്കോസ് ദ ചീഫ് സയർ ലൈക്ക് എ ചീഫ് ഡസ് നോട്ട് വിഷ് എനി അതർ മാൻ ടു ഗ്രോ റിച്ച് ആൻഡ് പവർഫുൾ. അപ്പോൾ ഹാംലെറ്റ് എന്ത് ചെയ്തു, അതിനെ പ്രിവെൻറ്റ് ചെയ്തു. കാരണം എന്താ, ഒരു ചീഫിൻ്റെ അവകാശി മറ്റൊരാൾ വലിയ പണക്കാരനും ശക്തിശാലിയുമായി കാണാൻ ആഗ്രഹിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്തു. I continued. When the great chief found Hamlet was still alive, he encouraged Laertes to kill Hamlet and arranged a fight with matches between them. അങ്ങനെ ഞാൻ കഥ തുടർന്നു. ഹാംലെറ്റ് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ വലിയ ചീഫ് എന്ന് പറയുന്നത് ആരാ, ക്ലോഡിയസ്. അയാളെ കൊല്ലാൻ ലയേട്ടസിനെ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. കത്തികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ദ്വന്ദ്വയുദ്ധം നടത്തിച്ചു എന്നാണ് പറയുന്നത്. ഇൻ ദ ഫൈറ്റ് ബോത്ത് മെൻ വേർ വൂണ്ടഡ് ടു ഡെത്ത്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഫൈറ്റിൽ 2 പേർക്കും മുറിവേൽക്കുകയും അവർ പിന്നീട് മരിക്കുകയും ചെയ്തു. ഹാംലെറ്റ്സ് മദർ ഡ്രാങ്ക് ദ പോയ്സൺ ബിയർ ദാറ്റ് ദ ചീഫ് മെന്റ് ഫോർ ഹാംലെറ്റ് ഇൻ കേസ് ഹി വൺ ദ ഫൈറ്റ്. അങ്ങനെ ഹാംലെറ്റ് ജയിച്ചാൽ, അതായത് അവർ തമ്മിൽ ഒരു യുദ്ധം നടത്തുകയാണ്, ലയേട്ടസും ഹാംലെറ്റും തമ്മിൽ. അങ്ങനെ ഹാംലെറ്റ് ജയിച്ചാൽ അയാൾക്ക് കൊടുക്കാനായി കരുതി വച്ചിരുന്ന വിഷം കലർത്തിയ മരുന്ന് അവൻ്റെ അമ്മ എടുത്ത് കുടിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഒരു ഗ്ലാസ്സിൽ പോയിസൺ ചെയ്തിട്ടുള്ള ഒരു വൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഹാംലെറ്റ് ജയിച്ചു വരികയാണെങ്കിൽ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ അത് ക്ലോഡിയസാണ് എടുത്തു വെച്ചിട്ടുള്ളത്, ഹാംലെറ്റിൻ്റെ അങ്കിള്. അപ്പോൾ ഇത് ഹാംലെറ്റിൻ്റെ അമ്മക്കറിയില്ല. അമ്മ എന്ത് ചെയ്തു, ആ പോയിസണിന് ഉള്ള വൈൻ എടുത്ത് കുടിച്ചു എന്നാണ് പറയുന്നത്. When Hamlet saw his mother dying, he killed his father's brother with his machete. അങ്ങനെ
അവൻ്റെ ഹാംലെറ്റിൻ്റെ അമ്മ മരിക്കുന്നത് കണ്ടപ്പോൾ ഹാംലെറ്റ് എന്ത് ചെയ്തു, തൻ്റെ കയ്യിലിരുന്ന വലിയ കത്തി കൊണ്ട് തൻ്റെ അങ്കിളിനെ കുത്തിക്കൊന്നു എന്നാണ് പറയുന്നത്. The old man said, "It was a good story and I told if with very few mistakes." അങ്ങനെ കഥ കേട്ടുകൊണ്ടിരുന്ന മൂപ്പൻ പറഞ്ഞു, കഥ നല്ലതാണെങ്കിലും പറയുന്നതിൽ എനിക്ക് വലിയ പിഴവുകൾ പറ്റിയിട്ടുണ്ട്, അതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് എന്ന് മൂപ്പൻ പറഞ്ഞു. ബട്ട് ദർ വാസ് വൺ എറർ. ദ പോയ്സൺ വാസ് മെൻറ്റ് ഫോർ ദ സർവൈവർ ഓഫ് ദ ഫൈറ്റ്. അങ്ങനെ മൂപ്പൻ പറയാണ് അതിലൊരു വലിയ തെറ്റുണ്ട്. എന്തായിരുന്നു ആ തെറ്റ്? അതായത് പോയ്സൺ വെച്ചിരുന്നത് യുദ്ധത്തിൽ ജയിച്ചു വരുന്ന ആൾക്ക് കൊടുക്കാനായിരുന്നു. If Laertes had won, the great chief would have poisoned him. അങ്ങനെ ലയേർട്ടസ് ആണ് ജയിക്കുന്നതെങ്കിൽ ആ പോയ്സൺ നിറച്ചിട്ടുള്ള ആ ഒരു വൈന് അയാൾക്ക് കൊടുത്തേനെ എന്നാണ് പറയുന്നത്. Then nobody would know that he had arranged Hamlet's death. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആരും അറിയില്ലല്ലോ ചീഫാണ് ഹാംലെറ്റിൻ്റെ കൊലപാതകം പ്ലാൻ ചെയ്തതെന്ന്. മോർ ഓവർ ദ ചീഫ് വുഡ് ബി ഫ്രീ ഫ്രം ദ വിച്ച് ക്രാഫ്റ്റ് ഓഫ് ലയേർട്ടസ്. അപ്പോൾ ലയേർട്ടസിൻ്റെ മന്ത്രവാദത്തിൽ നിന്ന് അയാൾ മോചിതനാകുകയും ചെയ്യും. ഇറ്റ് ടേക്സ് എ സ്ട്രേഞ്ച് ഹേർട്ട് ടു കിൽ വൺസ് ഓൺലി സിസ്റ്റർ ബൈ വിച്ച് ക്രാഫ്റ്റ്. അപ്പോൾ വളരെ ശക്തിയുള്ള ഒരു കഠിന ഹൃദയന് മാത്രമേ തൻ്റെ ഏക സഹോദരിയെ മന്ത്രവാദത്തിൽ കൂടി വധിക്കാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെ നമ്മളുടെ ആ ഒരു ഓൾഡ് മാൻ മൂപ്പൻ്റെ ചിന്താഗതികളാണ് കേട്ടോ. The old man said, "He wanted to hear more stories from my country and the elders there would be tell me their true meanings." അങ്ങനെ മൂപ്പൻ പറഞ്ഞു അദ്ദേഹത്തിന് എൻ്റെ രാജ്യത്തിൽ നിന്നുള്ള കൂടുതൽ കഥകൾ കേൾക്കണമെന്ന്. അവയുടെ അർത്ഥം അവിടുത്തെ മൂപ്പന്മാർ പറഞ്ഞു തരും എന്നാണ് പറയുന്നത്. He added, "When you return to your country, the elders in your country would realize that you have not been sitting in the bush, but among those who know things and have taught you wisdom." അങ്ങനെ അയാൾ കൂട്ടിച്ചേർത്തു അതായത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കാരണവർ മനസ്സിലാക്കും നിങ്ങൾ വെറുതെ ഒരു കാട്ടിൽ സമയം കളയുകയല്ലായിരുന്നുവെന്ന്, നിങ്ങൾ ബുദ്ധിയുള്ള ചില ആൾക്കാരുടെ കൂടെയാണ് സമയം ചിലവഴിച്ചതെന്ന് അവർ നിങ്ങളെ കുറിച്ച് ബുദ്ധി പഠിപ്പിച്ചെന്നൊക്കെ. അതായത് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ, അതായത് ലോറ ബൊഹനൻ പറയുകയാണ്, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ എൽഡേഴ്സൊക്കെ വിചാരിക്കും നിങ്ങൾ വെറുതെ ആ കാട്ടിൽ പോയിട്ട് സമയം ചിലവഴിച്ചതല്ല, കുറച്ച് ബുദ്ധിയുള്ള ആളുകളുടെ ഇടയിൽ നിന്നിട്ട് ഒരുപാട് ബുദ്ധിയൊക്കെ സമ്പാദിച്ചിട്ടാണ് നിങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് എസ്സേ ഷോസ് ഹൗ ഈവൻ എ ടെക്സ്റ്റ് ലൈക്ക് ഹാംലെറ്റ് which conveys universal truth about human nature can be looked from different angles. This shows how all texts can have different interpretations. അപ്പോൾ ഈ ഒരു ഹാംലെറ്റിൻ്റെ ഈ ഒരു സ്റ്റോറി വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു കഥ, ഒരു സ്റ്റോറി പോലും പല വീക്ഷണകോണുകളിൽ കൂടിയാണ് അതിനെ കാണുന്നത്, അല്ലേ? ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഒരു സ്റ്റോറി പോലും കാണുന്നത്, അല്ലേ? അതായത് ഇപ്പോൾ നമ്മളുടെ ഹാംലെറ്റിൻ്റെ സ്റ്റോറി ആ ഓൾഡ് മാൻ, അതായത് ആ ഒരു ആഫ്രിക്കയിലുള്ള ആളുകൾ, അവിടെ കൂടിയിട്ടുള്ള ആ ഒരു തീവ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു സ്റ്റോറിയെ കണ്ടിട്ടുള്ളത്, അല്ലേ? അതായത് ഈ ഒരു ലോറ ബൊഹനൻ ഈ ഒരു കഥ പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലല്ല അവിടെ ഉണ്ടായിരുന്ന ആ ഓൾഡ് മാൻ എടുത്തിട്ടുള്ളത്, അവരുടേതായിട്ടുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഹാംലെറ്റ് പോലെ സാർവത്രികമായ കാര്യങ്ങൾ പറയുന്ന ഒരു കഥ പോലും പല കോണുകളിൽ നിന്നും വീക്ഷിക്കാം എന്നാണ് നാം ഇവിടെ കാണുന്നത്. എല്ലാ എഴുത്തുകളും വിവിധ വിശദീകരണങ്ങൾക്ക് വിധേയമാകുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട്, ഓരോ ടെക്സ്റ്റിനും ഓരോ റൈറ്റിങ്സിനും ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഐ കൺക്ലൂഡ് ഹിയർ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, പ്ലീസ് സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ.